Dear students, in this video we shall discuss the procedures regarding the formation of a joint stock company. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പല ടെക്സ്റ്റിലും ഇത് രജിസ്ട്രേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. ഈ രജിസ്ട്രേഷൻ തന്നെയാണ് ഇൻകോർപ്പറേഷൻ. When a company is registered, that means the company is incorporated. ഇൻകോർപ്പറേഷനും രജിസ്ട്രേഷനും ഒന്ന് തന്നെയാണ്. 2021 ജസ്റ്റ് കൺക്ലൂഡഡ് എക്സാമിന് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് 15 മാർക്കിന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ ഫോർ ദി ഇൻകോർപ്പറേഷൻ ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ പ്രൊസീജിയർ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ 2021 അതായത് ജസ്റ്റ് കൺക്ലൂഡ് 2021 ഒക്ടോബർ എക്സാമിനേഷൻ്റെ CRAയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി 3 വർഷത്തെ 17, 18, 19 വർഷങ്ങളിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. Then once we conclude the discussions or once we finish this paper, then this also will be included. That means the 2021 university question paper and answer key will be uploaded. So here we shall discuss formalities regarding the incorporation or registration of a company. പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന രീതിയിൽ 15 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത്രയും ഒരു ലെങ്തി ആൻസർ ആയിരിക്കണം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തിനു വേണ്ടി വേണമെങ്കിലും എ കമ്പനി ക്യാൻ ബി ഫോം ഫോർ എനി ലോഫുൾ പർപ്പസ്. നിയമവിധേയമായ എന്ത് പർപ്പസിന് വേണ്ടി വേണമെങ്കിലും ഒരു കമ്പനി നമുക്ക് ഫോം ചെയ്യാം. അപ്പം നമുക്കൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ അതൊരു പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 മിനിമം മെമ്പേഴ്സ് വേണം. ഇനി ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 or more പേഴ്സൺസ് മതി. അപ്പോൾ അത് ഓർത്തിരിക്കുക. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 or more പേഴ്സൺസും, പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 or more. ഇനി 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ ഒരു ഒറ്റ വ്യക്തി മാത്രം മതി. അപ്പം കമ്പനിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് തീരുമാനമെടുക്കേണ്ടത് ഇതൊരു 1 പേഴ്സൺ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ, അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം വരുന്നത്. ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഈസ് ബൈ സബ്സ്ക്രൈബിങ് ദെയർ നെയിംസ്. സോ ഒരു 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ എന്താണ്, ആ വ്യക്തിയുടെ ഒറ്റ വ്യക്തിയുടെ പേര് നമ്മൾ മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ. ദെൻ ഇൻ റെസ്പെക്ട് ഓഫ് രജിസ്ട്രേഷൻ നമ്മളൊരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സബ്സ്ക്രൈബിങ് ദി നെയിംസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് അത് മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തണം. സോ ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഈസ് ബൈ സബ്സ്ക്രൈബിങ് ദെയർ നെയിംസ്. ഇപ്പം പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എത്ര പേരാണോ അവരുടെ പേര്, ഇപ്പോൾ 2 അതിലധികമോ. ഇനി പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 പേരുടെയെങ്കിലും പേര് ആ മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. So to a memorandum and complying with the requirements of the Companies Act in respect of registration. ഒരു മെമ്മോറാണ്ടത്തിൽ പേര് ഉൾപ്പെടുത്തുക, അതിനുശേഷം രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും അത് കംപ്ലൈ ചെയ്തിരിക്കണം. എ കമ്പനി മേ ബി ഫോം ഐദർ ആസ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി or an unlimited company. Before preparation of the memorandum, persons behind the company should ascertain from the registrar of the state concerned whether the name suggested is approved. ഒരു മെമ്മോറാണ്ടം ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മെമ്മോറാണ്ടത്തിൽ പേര് ഉൾപ്പെടുത്താനുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ പ്രപ്പോസ് നെയിം അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അപ്രൂവ് ചെയ്യുന്നുണ്ടോ. ദേ ഹാവ് ടു ഗെറ്റ് അപ്രൂവൽ ഫ്രം ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഇതേ പേരിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പേരിൽ മറ്റ് കമ്പനികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെയിമിന് അപ്രൂവൽ കിട്ടില്ല. ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രപ്പോസ് നെയിമിന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിരിക്കണം.
Then for this purpose, the promoters may give a list of names in order of preference to the registrar. അപ്പം എന്താ ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ് കൊടുക്കണം. ഇപ്പോൾ ഒരു ഒറ്റ പേര് കൊടുത്താൽ മാത്രം പോരാ, ഒരു 10-12 വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 4-5 പേര് കൊടുക്കുക, ലിസ്റ്റ് ഓഫ് നെയിംസ്. ഇതിൽ നിന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അപ്രൂവ് ചെയ്യുന്ന ആ പേരിൽ വേണം മെമ്മോറാണ്ടം ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. നമുക്കൊരു ഫോർമേഷൻ ഓഫ് വൺ പേഴ്സൺ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ നോട്ട്സ് നിങ്ങൾക്ക് സൈഡിൽ കാണാം. അതൊരു 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാവും. നമ്മളൊരു പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ആൻസർ എഴുതുമ്പോൾ ഈ പാട്ട് അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഒന്നും കൂടി നോക്കിയേക്കാം. ദി ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് ദി മെമ്മോറാണ്ടം ഓഫ് വൺ പേഴ്സൺ കമ്പനി ഷാൽ ഇൻഡിക്കേറ്റ് ദി നെയിം ഓഫ് വൺ അനദർ പേഴ്സൺ ഹൂ ഷാൽ ഇൻ ദി ഇവന്റ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഡെത്ത് ഓർ ഹിസ് ഇൻകപ്പാസിറ്റി ടു കോൺട്രാക്ട് ബിക്കം ദി മെമ്പർ ഓഫ് ദി കമ്പനി. ഒരു വൺ പേഴ്സൺ കമ്പനി ഫോം ചെയ്യുകയാണ് എങ്കിൽ ഒരു വൺ പേഴ്സൺ കമ്പനി ഫോം ചെയ്യുന്നതിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന മെമ്മോറാണ്ടത്തിൽ മറ്റൊരാളുടെ പേരും കൂടി ഉൾപ്പെടുത്തിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആരുടെ പേരിലാണോ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ആ വ്യക്തി മരിക്കുകയോ ആ വ്യക്തി ഏതെങ്കിലും രീതിയിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്നും ഇൻകേപ്പബിൾ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി മറ്റൊരാളുടെ പേര് നോമിനേറ്റ് ചെയ്യണം. ദി നെയിം ഷാൽ ബി മെൻഷൻഡ് ഇൻ ദി മെമ്മോറാണ്ടം ഓൺലി വിത്ത് ഹിസ് പ്രയർ റിട്ടേൺ കൺസെന്റ്. ഈ പേരെന്താ മെമ്മോറാണ്ടത്തിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ആ വ്യക്തിയുടെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടു കൂടണം അങ്ങനെ ഉൾപ്പെടുത്താനായിട്ട്. Moreover, the written consent of such person shall also be filed with the registrar at the time of incorporation of the one person company along with its memorandum and articles. അപ്പോൾ ആ വ്യക്തിയുടെ പേര് ഒരു വൺ പേഴ്സൺ കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ പേരും കൂടി ആ ഒരു ഡോക്യുമെൻറ്റുകളിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ റൂൾസ് നിങ്ങൾക്ക് ആ നോട്ടിൽ കാണാവുന്നതാണ്. അപ്പോൾ അത് നോക്കിൽ പഠിച്ചാൽ നന്നായിരിക്കും. ഒരു 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആ റൂൾസും കൂടെ മെൻഷൻ ചെയ്താൽ മതി. ഒരു വൺ പേഴ്സൺ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് 2 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാർട്ട് മാത്രം ഓർമ്മയിൽ വെച്ച് എഴുതുക, അല്ലെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി. നമ്മുടെ ആദ്യത്തെ ആ ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ഓഫ് കമ്പനി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് വരുന്നത് എന്താണ്? ഡോക്യുമെന്റ്സ് ടു ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ. ഇത് പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആ ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ ഫോർമേഷൻ ഓഫ് വൺ പേഴ്സൺ കമ്പനി ഇത് ഈ ആൻസറിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ദി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി ഷുഡ് ബി പ്രസന്റഡ് ടു ദി രജിസ്ട്രാർ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദി ബിസിനസ് ഓഫീസ് ഇസ് കമ്പനി ഈസ് ടു ബി ലൊക്കേറ്റഡ്. ഇപ്പോൾ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഏത് സംസ്ഥാനത്താണോ ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണോ ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ആരംഭിക്കാൻ പ്ലാൻ ഇടുന്നത്, ആ സംസ്ഥാനത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൽ ബി സബ്മിറ്റഡ് ടു ദി രജിസ്ട്രാർ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദി ബിസിനസ് ഓഫീസ് ഓഫ് ദി കമ്പനി ഈസ് ടു ബി ലൊക്കേറ്റഡ്. ദെൻ ആപ്ലിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷനോട് കൂടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളൊരു രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനോട് കൂടി തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, കമ്പനിയുടെ ഡ്രാഫ്റ്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇഫ് എനി, കമ്പനി എന്താ സ്വന്തമായിട്ടൊരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇഫ് എനി, ആൻഡ് ഡിക്ലറേഷൻ ഇൻ ദി പ്രിസ്ക്രൈബ് ഫോം, ഒരു പ്രിസ്ക്രൈബ് ഫോർമാറ്റിൽ ഒരു ഡിക്ലറേഷൻ കൊടുക്കുക. ആ ഡിക്ലറേഷൻ എന്താ? ബൈ ആൻ അഡ്വക്കേറ്റ്, എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ് ഓർ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഹു ഈസ് എൻഗേജ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി കമ്പനി. അപ്പം ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഈ ഡിക്ലറേഷൻ കൊടുക്കുന്നത് എന്താണ്? ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റോ കമ്പനി സെക്രട്ടറിയോ ഈ കമ്പനിയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ അഡ്വക്കേറ്റോ കോസ്റ്റ് അക്കൗണ്ടന്റോ ഒരു അഫിഡവിറ്റ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫയൽ ചെയ്യുക. ഇതും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ 2, ബൈ എ പേഴ്സൺ നെയിംഡ് ഇൻ ദി ആർട്ടിക്കിൾസ് ആസ് എ ഡയറക്ടർ, മാനേജർ ഓർ സെക്രട്ടറി ഇൻ ദി കമ്പനി ദാറ്റ് ഓൾ ദി റിക്വയർമെന്റ്സ് ഓഫ് ദിസ് ആക്ട് ആൻഡ് റൂൾസ് ഹാവ് ബീൻ കംപ്ലൈഡ് വിത്ത്. അപ്പം എന്താണ്? ആ ഒരു ഡിക്ലറേഷൻ്റെ അകത്ത് കമ്പനീസ് ആക്ടിലെ എല്ലാ പ്രൊവിഷൻസും അല്ലെങ്കിൽ എല്ലാ റിക്വയർമെൻറ്റ്സും
പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് ഡിക്ലറേഷൻ കൊടുക്കേണ്ടത്. ദെൻ നമ്പർ 4, an affidavit from each of the subscribers to the memorandum. സത്യവാങ്മൂലം എന്നാണ് പറയുന്നത്. ഇതിന് പുറമെ മെമ്മോറാണ്ടത്തിൽ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ഒരു സെപ്പറേറ്റ് സത്യവാങ്മൂലം വീതം ഫയൽ ചെയ്തിരിക്കണം. And from persons named as his first directors, if any in the articles, that he is not convicted of any offence in connection with promotion, formation or management of any company. ഇപ്പം മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബേഴ്സായിട്ട് പേര് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകളിൽ നിന്നും അല്ലെങ്കിൽ ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് പേര് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകളിൽ നിന്നും ഒരു സത്യവാങ്മൂലം അതും കൂടി സബ്മിറ്റ് ചെയ്യണം. എന്താണ് സത്യവാങ്മൂലത്തിൽ? അല്ലെങ്കിൽ ഒരു അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹി ഈസ് നോട്ട് കൺവിക്റ്റഡ്. ഇതിനു മുമ്പ് യാതൊരു വിധത്തിലുള്ള എക്കണോമിക് ഒഫൻസിനും കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടില്ല. രണ്ടാമത്, that he has not been found guilty of any fraud or misfeasance. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആളുകളാണ് കൊടുക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനു മുമ്പ് ഏതെങ്കിലും കബളിപ്പിക്കൽ കേസിലോ അല്ലെങ്കിൽ പണം തട്ടിപ്പ് കേസിലോ ഉൾപ്പെട്ടിട്ടില്ല. മൂന്നാമത്, that all the documents filed with the registrar for registration of the company contain information that is correct and complete and true to the best of his knowledge and belief. അതുപോലെ തന്നെ എന്താ, രജിസ്ട്രേഷന് വേണ്ടി രജിസ്ട്രാറിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം സത്യമാണ്, എൻ്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിടത്തോളം സത്യമാണ്. ഇങ്ങനൊരു അഫിഡവിറ്റാണ് മെമ്മോറാണ്ടത്തിൽ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു ഇൻകോർപ്പറേഷന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷനോട് കൂടി ഇവരൊരു അഫിഡവിറ്റും കൂടെ ഫയൽ ചെയ്യണം. ഇപ്പം മെമ്മോറാണ്ടത്തിൽ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്ന മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡയറക്ടേഴ്സോ. ദെൻ അഞ്ചാമത്, ദി അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് ടിൽ ഇറ്റ് രജിസ്റ്റേർഡ് ഓഫീസ് ഇസ് എസ്റ്റാബ്ലിഷ്. ഇപ്പം ഈ ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥാപിതമാകുന്നത് വരെ അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഏത് അഡ്രസ്സിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്, അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ദി പർട്ടിക്കുലേഴ്സ് ഓഫ് നെയിം ഇൻക്ലൂഡിങ് സർനെയിം ഫാമിലി, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്താൽ മതി. ഇൻക്ലൂഡിങ് സർനെയിം ഫാമിലി. ഇതെന്താണ്? ദി പർട്ടിക്കുലേഴ്സ് ഓഫ് നെയിം ഓഫ് എവറി സബ്സ്ക്രൈബർ ടു ദി മെമ്മോറാണ്ടം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. പേര്, സർനെയിം, അവിടെ അഡ്രസ് ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ എവറി സബ്സ്ക്രൈബർ ടു ദി മെമ്മോറാണ്ടം എലോങ് വിത്ത് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. ഈ കാര്യങ്ങൾക്കെല്ലാം എന്താണ്? ഐഡന്റിറ്റി പ്രൂഫ് ഉൾപ്പെടെ വേണം കൊടുക്കാനായിട്ട്. ദി പർട്ടിക്കുലേഴ്സ് ഓഫ് ദി പേഴ്സൺസ് മെൻഷൻ ദി ആർട്ടിക്കിൾസ് ആസ് ദി ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. ആർട്ടിക്കിൾസിൽ കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് പേര് ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികളുടെ ഡീറ്റെയിൽസ്, പർട്ടിക്കുലേഴ്സ് ഇൻക്ലൂഡിങ് ദെയർ ഡയറക്റ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, പേരും സർനെയിമും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഉൾപ്പെടുത്തുന്നത് കൂടാതെ ഇവർ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പറും കൂടെ മെൻഷൻ ചെയ്തിരിക്കണം. ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് മെമ്മോറാണ്ടത്തിൽ പേര് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആളുകൾ. ദെൻ 8th point is the particulars of the interest of the persons mentioned in the articles are the first directors. ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് ആർട്ടിക്കിളിൽ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകൾക്ക് കമ്പനിയിലുള്ള താല്പര്യം എന്താണ്, അതും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന 8 പോയിന്റുകൾ ഉൾപ്പെടെ, ഈ 8 പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു അഫിഡവിറ്റ് ഉൾപ്പെടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും സബ്മിറ്റ് ചെയ്യുക. അപ്പം അത് നമ്മളെന്താണ്, രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷനോട് കൂടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കൊടുക്കണം. അതുപോലെ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കമ്പനിക്ക് സ്വന്തമായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, അതിനുശേഷമാണ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഒരു ഡിക്ലറേഷനും അഫിഡവിറ്റും സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഡിക്ലറേഷനും അഫിഡവിറ്റിലുമായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമാണെന്ന് ഉറപ്പാക്കുക. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഒരു പ്രോപ്പർ ചാനലിൽ പ്രോപ്പർ ഫോർമാറ്റിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആഫ്റ്റർ പ്രോപ്പർ വെരിഫിക്കേഷൻ കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് ആപ്ലിക്കേഷനോടുകൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം എന്താണ്, അത് കൃത്യമാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ
After thorough verification, if the registrar is satisfied that everything is intact, എല്ലാം കൃത്യമാണെന്ന് ഉറപ്പാവുകയാണെങ്കിൽ, he may issue a certificate of incorporation and corporate identity number. ഈ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷന് ശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് if he is satisfied, if he is convinced that everything is intact, എല്ലാം കൃത്യമാണെന്ന് ഉറപ്പാവുകയാണെങ്കിൽ, he may issue a certificate of incorporation and corporate identity number. സോ ഇതും കൂടി നമ്മൾ ഈ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറും കൂടി പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷണൽ രജിസ്ട്രേഷൻ്റെ ആൻസറിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. So when the requisite documents are filed with registrar, the registrar shall satisfy himself that the statutory requirements regarding the registration has been duly complied with. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ അറ്റാച്ച് ഡോക്യുമെൻസോട് കൂടി ആവശ്യമായ ഡോക്യുമെൻറ്റോടുകൂടി കിട്ടിക്കഴിയുമ്പോൾ രജിസ്ട്രാർ ആദ്യം വെരിഫൈ ചെയ്യും എല്ലാ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റും കൃത്യമായിട്ടും പാലിച്ചിട്ടുണ്ട് എന്ന്. ഡ്യൂലി കംപ്ലൈഡ് വിത്ത്. If the registrar is satisfied, he retains and registers the memorandum, the articles and other documents filed with him and issues a certificate of incorporation. ഇപ്പം മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻസും എല്ലാം രജിസ്ട്രാർ കൈവശം വയ്ക്കുകയും വെരിഫൈ ചെയ്യുകയും ചെയ്തതിന് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. സോ ബൈ ഇഷ്യൂയിങ് ദി സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ, ദി രജിസ്ട്രാർ assures that the company is incorporated. രജിസ്ട്രാറിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? ഒരു അഷുറൻസ് ആണ്, കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്, ഇറ്റ്സ് ആൻ അഷുറൻസ് ദാറ്റ് ദി കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. ദെൻ ഓൺ ആൻഡ് ഫ്രം ദി ഡേറ്റ് മെൻഷൻ ദി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന തീയതി മുതൽ രജിസ്ട്രാർ ഷാൽ അലോട്ട് ടു ദി കമ്പനി എ കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്ന ആ ദിവസം മുതൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ഇഷ്യൂ ചെയ്യും. സോ ദിസ് ഈസ് എ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഫോർ ഈച്ച് ആൻഡ് എവരി ഇൻകോർപ്പറേറ്റഡ് കമ്പനി. ഓരോ ഇൻകോർപ്പറേറ്റഡ് കമ്പനിക്കും അവരെ വേർതിരിച്ചറിയുന്ന, ആ കമ്പനിയെ വേർതിരിച്ചറിയുന്നതിന് വേണ്ടി ഇറ്റ്സ് എ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. ഇറ്റ്സ് എ യുണീക്ക്. ഇപ്പോൾ എന്താണ്? കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ഈസ് എ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇഷ്യൂഡ് എലോങ് വിത്ത് ദി, അല്ലെങ്കിൽ അലോട്ടഡ് എലോങ് വിത്ത് ദി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫോർ ഐഡന്റിഫൈയിങ് ഓർ സെപ്പറേറ്റിംഗ് വൺ കമ്പനി ഫ്രം അനദർ കമ്പനി. CIനുമായിട്ട് ബന്ധപ്പെട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നുള്ള ആ പോയിന്റ് ഓർത്തിരിക്കണം. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയെ മറ്റൊരു കമ്പനിയിൽ നിന്നും വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇറ്റ്സ് എ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. സോ കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ഷാൽ അലോട്ട് ദി കമ്പനി എ കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ വിച്ച് ഷാൽ ബി എ ഡിസ്റ്റിങ്ക്ട് ഐഡന്റിറ്റി ഫോർ ദി കമ്പനി. ഇപ്പം മറ്റ് കമ്പനികളിൽ നിന്നും ഒരു കമ്പനിയെ വേർതിരിച്ച് കാണിക്കുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണെങ്കിൽ ഒരു ഐഡന്റിറ്റി നമ്പറാണ് CIN. അത് ഓർത്തിരിക്കണം, ഡിസ്റ്റിങ്ക്ട് ഐഡന്റിറ്റി നമ്പർ. സോ ദിസ് നമ്പർ ഷാൽ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദി സർട്ടിഫിക്കറ്റ്. അപ്പം ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പറും കൂടി ഉൾപ്പെടുത്തിയിരിക്കും. സോ വാട്ട് ഈസ് CIN? 2021 2 മാർക്കിന് ചോദിച്ചതാണ് കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ. ഇതെന്താണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ദാറ്റ് ഡിസ്റ്റിങ്യൂഷ് അല്ലെങ്കിൽ ദാറ്റ് സെപ്പറേറ്റ് വൺ കമ്പനി ഫ്രം അനദർ കമ്പനി. അപ്പോൾ അത് ഓർത്തിരിക്കുക, ഒരു ഡിസ്റ്റിങ്ക്ട് ഐഡന്റിറ്റി നമ്പറാണ്. നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി 15 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇതിനിടയിൽ പറഞ്ഞിരുന്ന ആ പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് 1 person കമ്പനി, 1 person കമ്പനിയുടെ റൂൾസ് നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി അടുത്ത പോയിന്റ് ആയിരുന്നു റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ. എ കമ്പനി മേ റൈസ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. എ പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ്. ഇപ്പം കമ്പനി ക്യാപിറ്റൽ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ഇത് സെക്യൂർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വരൂപിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്.
So a company may raise capital by the issue of securities. A public company issues securities to public through prospectus. ഇപ്പം എന്താണ് പ്രോസ്പെക്ടസിലൂടെ വേണമെങ്കിൽ ഒരു കമ്പനിക്ക് എന്താണ് പബ്ലിക്കിൽ നിന്നും ക്യാപിറ്റൽ അതിനെ സ്വരൂപിക്കാം. സോ എ കമ്പനി മേ റൈസ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. എ പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ്. ഒരു പബ്ലിക് കമ്പനിക്ക് എന്താണ് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യാം. ടു ദി പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ്. ഒന്ന്, ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക. പ്രോസ്പെക്ടസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ദി പബ്ലിക് ടു subscribe into the securities of a public limited company. It's a document, it's an invitation document. Prospectus is an invitation document. ഈ പ്രോസ്പെക്ടസിൽ തന്നെ നമ്മൾ ഡീംഡ് പ്രോസ്പെക്ടസ് എന്നൊക്കെ പഠിക്കാറുണ്ട്. ഡീംഡ് പ്രോസ്പെക്ടസ് ഒരു പ്രോസ്പെക്ടസ് ആയിട്ട് കണക്കാക്കാവുന്ന ഡോക്യുമെന്റുകൾ ഡീംഡ് പ്രോസ്പെക്ടസ് അതാണ്. അപ്പോൾ പ്രോസ്പെക്ടസ് ജസ്റ്റ് ആൻ ഇൻവിറ്റേഷൻ. ഇപ്പം ഒരു പബ്ലിക് കമ്പനിക്ക് വേണമെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നും ക്യാപിറ്റൽ സ്വരൂപിക്കാം. അങ്ങനെ പൊതുജനങ്ങളോട് കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുക. അതാണ് എന്തായിട്ട് വരുന്നത്, അത് ഒരു പ്രോസ്പെക്ടസ് ആയിട്ട് വരും. സെക്കൻഡ്ലി ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഇപ്പം പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് പ്രൈവറ്റ് പ്ലേസ്മെന്റ് സമയത്ത് സാധാരണഗതിയിൽ കമ്പനികൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാറില്ല. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രമായിട്ട് കുറേ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. പ്രൈവറ്റ് പ്ലേസ്മെന്റ് നോട്ട് ദി പബ്ലിക് അറ്റ് ലാർജ്, ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പം അവിടെ എന്താ, നമ്മളൊരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസോ അല്ലെങ്കിൽ ഒരു ഡീം പ്രോസ്പെക്ടസോ ഒക്കെയാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഒരു ജനറൽ പ്രോസ്പെക്ടസ് അല്ല കൊടുക്കുന്നത്. അപ്പം എന്താ, ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഒരു നിശ്ചിത ശതമാനം ഷെയർസ് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അവർക്ക് പർച്ചേസിന് വേണ്ടി ഒരു പ്രസന്റ് ചെയ്യുക. ഓർ സി ത്രൂ ദി റൈറ്റ്സ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ. പിന്നെ നമ്മളതാണ് IPO അല്ല ഒരു കമ്പനി ഫോം ചെയ്തതിന് ശേഷം ഒരു വർക്കിംഗ് കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിന് വേണ്ടി വേണമെങ്കിൽ ബോണസ് ഇഷ്യൂ നടത്താം, അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ നടത്താം. അപ്പോൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർ ഹോൾഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഷെയർ ഓഫർ ചെയ്യുന്നു. ആസ് എ മാറ്റർ ഓഫ് ദെയർ റൈറ്റ് ഷെയർസ് ആർ ഷെയർസ് ഓഫേർഡ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ് മേ ബി അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ്. യൂഷ്വലി അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസിനേക്കായാലും കുറഞ്ഞൊരു വിലയ്ക്കായിരിക്കും. മാർക്കറ്റിൽ 400 രൂപ ഉള്ളത് വേണമെങ്കിൽ ഒരു 300 രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത്. Then the right shares are issued at a discounted price to the existing shareholders. ഇനി ബോണസ് ഷെയർസ് എന്താ, ബോണസ് ഷെയർസ് ആർ ഓഫേർഡ് ഓർ ഗിവൺ ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ബോണസ് ഷെയർസ് എന്താണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, പണം അടയ്ക്കേണ്ട. ഇപ്പം നിലവിലുള്ള കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി വളരെ നല്ല പ്രോഫിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് 1:1 പർട്ടിക്കുലർ റേഷ്യോയിൽ അവരുടെ നിലവിലുള്ള ഷെയർ ഹോൾഡിംഗ് റേഷ്യോയിൽ ഷെയർസ് ഓഫർ ചെയ്യുന്നു. മേ ബി 1:1 or 2:1 ലൈക്ക് ദാറ്റ്. ഇതെന്താണ്, ഇതാണ് ബോണസ് ഷെയർസ്. അപ്പം ബോണസ് ഷെയർസിന് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് പണം അടയ്ക്കേണ്ട. റൈറ്റ് ഷെയർസ് ആണെങ്കിൽ ദിസ് വിൽ ബി ഓഫേർഡ് ടു ദി അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ്, ഓഫേർഡ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ഡിസ്കൗണ്ടഡ് പ്രൈസ്. അപ്പോൾ അവർക്ക് എന്താണ്, ആ ഡിസ്കൗണ്ടഡ് പ്രൈസിന് വേണമെങ്കിൽ ഈ ഷെയർസ് വാങ്ങാം, അല്ലെങ്കിൽ ഈ ഷെയർസ് വാങ്ങാനുള്ള അധികാരം, ദിസ് റൈറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഓർ ദിസ് റൈറ്റ് ക്യാൻ ബി സോൾഡ് ടു അതർ പീപ്പിൾ. മറ്റാളുകൾക്ക് വേണമെങ്കിൽ അത് വിറ്റ് അവർക്കൊരു മാർജിൻ വാങ്ങാം. ഇപ്പം മാർക്കറ്റിൽ ഒരു 500 രൂപ ഉണ്ട്, മാർക്കറ്റ് പ്രൈസ് 500 ആണ് എങ്കിൽ, ഇപ്പോൾ റൈറ്റ് ഇഷ്യൂവിൽ ഓഫർ കൊടുത്തിരിക്കുന്ന 450 രൂപയ്ക്കാണ് എങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങാനുള്ള 450 രൂപയ്ക്ക് വാങ്ങാനുള്ള അവകാശം ഒരു 490 വേണമെങ്കിൽ മറ്റാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിരുന്നാലും വാങ്ങുന്ന ആളുകൾക്ക് ലാഭമാണ്. ഇത് രണ്ടാമത്തെ രീതി, റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെന്റ്. മൂന്നാമത്തേത് ത്രൂ എ റൈറ്റ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ. ദെൻ എ പ്രൈവറ്റ് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ് ബൈ വേ ഓഫ് റൈറ്റ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ. പ്രൈവറ്റ് കമ്പനി എന്താണ്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന്. ഇപ്പോൾ പ്രൈവറ്റ് ഇഷ്യൂ വന്നു കഴിയുമ്പം നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ അത് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്,
നിലവിൽ ഇപ്പം 200-ൽ താഴെയായിരിക്കും ഷെയർ ഹോൾഡേഴ്സിൻ്റെ നമ്പർ. അവർക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് അവർക്ക് വേണമെങ്കിൽ എന്താണ് റൈറ്റ് ഇഷ്യൂ ബോണസ് ഇഷ്യൂ നടത്താം. ദാറ്റ് ഈസ് ദി കേസ് ഓഫ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി 2 അതിലധികമോ ആളുകൾ ഫോം ചെയ്യുന്നു. 2013 ആക്ട് പ്രകാരം മാക്സിമം നമ്പർ പറഞ്ഞിരിക്കുന്നത് 200 ആണ്. മിനിമം 1 lakh എങ്കിലും ഷെയർ ക്യാപിറ്റൽ വേണം. അങ്ങനെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനി എന്താ? ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ദി ആർട്ടിക്കിൾസ് റെസ്ട്രിക്ട് ദി ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പോലെ, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി പോലെ ഫ്രീലി ട്രാൻസ്ഫറബിൾ അല്ല. അപ്പം അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺസെൻറ്റ് വേണം. നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കാനോ വാങ്ങാനോ പറ്റില്ല. ഈ IPO നടത്തുക എന്ന് കേട്ടില്ല? IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫർ. IPO നടക്കുന്നത് വരെ ആ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. IPO കഴിയുമ്പോൾ അത് പബ്ലിക് കമ്പനിയായിട്ട് മാറുന്നത്. അപ്പം IPO നടക്കുമ്പോൾ പ്രൈവറ്റ് കമ്പനിയാണ്, അതിനുശേഷമാണ് പബ്ലിക് കമ്പനിയായിട്ട് മാറുന്നത്. ആ കാര്യം ഓർത്തിരിക്കുക. ദെൻ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അപ്പം ക്യാപിറ്റൽ ക്യാൻ ബി റൈസ് ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. നമ്മളൊരു റൈസിങ് ഓഫ് ക്യാപിറ്റലുമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പ്രൊസീജിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്. ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസിൻ്റെ പ്രൊസീജിയറും 5 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. ദാറ്റ് ഓൾസോ ക്യാൻ ബി ആസ്ക് ഫോർ 15 മാർക്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അടുത്ത ക്ലാസ്സിലായിരിക്കും അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ ജോയിനിങ് ദി ക്ലാസ്.